ഒരു പ്രാവശ്യം ഉപയോഗിച്ച സാധനങ്ങൾ പിന്നെയും പിന്നെ ഉപയോഗിക്കാൻ ഒരു മടുപ്പ, അറപ്പ. മനസ്സിലായോ? അവളുടെ ഒരു സ്നേഹം. നീ എന്താടി കരുതിയത്? ഞാൻ നിന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്ന നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവുന്നോ? അതോ ഈ കൈലാസത്തിലെ രാജ്ഞിയാവാന്നോ? അങ്ങനെ എന്തെങ്കിലും ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിനൊരു സോപ്പ് കുമിളയുടെ ആയുസ് പോലും ഞാൻ തരില്ല. കുത്തി പൊട്ടിച്ചുളയും ഞാൻ. മനസ്സിലായി? രാഹുലേട്ട, ഞാൻ രാഹുലേട്ടനെ സ്നേഹിച്ചത് ആത്മാർത്ഥായിട്ടാ. രാഹുലേട്ടന്റെ സ്വത്തോ പണോ ഒന്നും കണ്ടിട്ടല്ല. രാഹുലേട്ടന്റെ സ്നേഹം ആത്മാർത്ഥാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാ ഞാൻ രാഹുലേട്ടനെ സ്നേഹിച്ചത്. രാഹുലേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു പെണ്ണ. ഒരു പെണ്ണിന്റെ മനസ്സിൽ ഒരാൾ സ്ഥാനം പിടിച്ച അതൊരിക്കലും മാറില്ല. മറക്കാൻ കഴിയില്ല അയാളെ, മരണം വരെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. മനുഷ്യന് ജന്മസിദ്ധമായിട്ട് കിട്ടിയ കുറച്ചു ഗുണങ്ങളുണ്ട്. അതിൽ പെടുന്നതാണ് ഈ മറവി. മനുഷ്യൻ മാറും, മറക്കും, മരിക്കും. ഞാൻ മരിക്കുമായിരിക്കും, പക്ഷെ ഞാൻ രാഹുലേട്ടനെ മറക്കില്ല. മറക്കാൻ കഴിയില്ല എനിക്ക്. അതൊരിക്കൽ രാഹുലേട്ടന് മനസ്സിലാവും. നിന്ന് ചിലക്കാണ്ട് ഇറങ്ങി പോടി, എന്നിട്ട് പോയി ചാവ്. പോ. എന്താ രാജി, എന്തു പറ്റി? ഒന്നുമില്ല ചേച്ചി, വാ നമുക്ക് പോവാം. നമ്മുടെ രണ്ട് ശത്രുക്കളും ഒരുമിച്ചാണല്ലോ പോയിരിക്കുന്നത്. ഇത് രണ്ടിന്റെ ഒടുക്കത്തെ പോക്കായാ മതിയായിരുന്നു. അതെ, ഈ പോക്കിൽ രണ്ടും ഒരുമിച്ചെന്ന് തീർന്നാ ഈ വീടിന് സമാധാനം കിട്ടിയേനെ. അവരിനി തിരിച്ചു വരില്ല. രണ്ടു പേരുടെ ഒടുക്കത്തെ പോക്ക് തന്നെയത്. അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആണോ? അതേന്ന്. രണ്ടുപേരും ഇവിടെ നിന്ന് പുറപ്പെട്ട കാര്യം ഞാൻ ആദ്യം അവരെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ. പോട്ടെ, ഓരോരുത്തരായി പോയി ചാവട്ടെ. ആദ്യം ഇവളുമാര് രണ്ടുപേര്, അത് കഴിഞ്ഞ് ദേവയാനി, അത് കഴിഞ്ഞ് രാഹുൽ, അത് കഴിഞ്ഞ് മാളു, അത് കഴിഞ്ഞ് മഹി. അയ്യോ, അത് വേണോ? മഹേട്ടിനെ കൊല്ലണോ? നിനക്കെന്താ പെട്ടെന്നൊരു മനമാറ്റം? നീ തന്നെയല്ലേ അവനെയും കൂടി കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയത്? അതൊക്കെ മറന്ന് പെട്ടെന്ന് പ്രേമമായോ? പ്രേമവും മണ്ണാങ്കട്ടയൊന്നും അല്ല. എല്ലാരും കൂടി ഒരുമിച്ച് തട്ടിയാലേ നമ്മൾ അകത്ത് പോയി കിടക്കേണ്ടി വരും. അയ്യോ, അതെങ്ങനെ? അമ്മ, ഒരു കുടുംബത്തിലെ എല്ലാരെയും പലപ്പോഴായിട്ട് കൊന്നു കളഞ്ഞിട്ട് അവസാനം പിടി വീണൊരു പെണ്ണുപിള്ളയില്ലേ, ആ അവസ്ഥയായിരിക്കും നമുക്ക്. അത് വേണോ? വേണ്ട. അത് മാത്രമല്ല, എങ്ങാനും ജയിലിൽ പോയി കഴിഞ്ഞാലേ ടെൻഷനാവുമ്പോ എനിക്ക് ഇടയ്ക്ക് തിന്നാനും ഒന്നും കിട്ടില്ല. അപ്പൊ അറിയാലോ. അപ്പോ അത്യാവശ്യം പ്രശ്നക്കാരെ മാത്രം നമുക്ക് തട്ടാം. മനസ്സിലായി.